പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്ന് എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ. നിന്റെ സ്വരം ശ്രവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. നീ സംസാരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ തിരുവചനം ശ്രവിക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? വീണ്ടും മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യത്തിലും ഇത് തന്നെ നാം കാണുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്ന് കർത്താവായ യേശു കുരിശിലെ അവസാന നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചു. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ നാം ആരോടെങ്കിലും നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ, ഏകദേശം എല്ലാവരും പറയും സുഖമാണ്, എല്ലാം ഓക്കെയാണ്, അടിപൊളിയാണ്. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിനോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെയാണ് എന്ന് അവർ പറയും. വളരെ ചിരിച്ച മുഖത്തോടുകൂടി, പ്രസന്ന മുഖഭാവത്തോടുകൂടി അവർ സമൂഹത്തെ അഭിമുഖീകരിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ശൂന്യത കാണാം. ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ വേദന കാണാം. തിരസ്കരണത്തിൻ്റെ, അവഗണനയുടെ മുറിഞ്ഞ ഒരു ഹൃദയം നമുക്ക് കാണാൻ സാധിക്കും. യേശു എപ്പോഴും പറയുമായിരുന്നു, വിശുദ്ധ യോഹന്നാൻ 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. പിതാവായ ദൈവവും യേശുവും ഒന്നാണ് എന്ന് ഈശോ എപ്പോഴും ഓർക്കുമായിരുന്നു, അത് പറയുമായിരുന്നു. എന്നാൽ കുരിശിൽ കിടന്ന് നിലവിളിച്ചു പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും യേശുക്രിസ്തുവിലേക്ക് വന്നപ്പോൾ പിതാവുമായുള്ള ആ ബന്ധം വേർപെട്ടതായി അനുഭവപ്പെട്ടു. ഇന്ന് നമ്മുടെ പാപങ്ങൾ ദൈവവുമായുള്ള ബന്ധം വേർപെടുത്തുന്നു. എല്ലാ പാപവും പാപമാണ്. പാപത്തിൻ്റെ ഓരോ ഘടനയും പാപം തന്നെയാണ്. എന്നാൽ പാപത്തിന് ഒരു മൂല കാരണമുണ്ട്. പാപത്തിൻ്റെ ഘടനകൾക്ക് ഒരു മൂല കാരണമുണ്ട്. ആ മൂല കാരണം സുഖപ്പെട്ടാൽ നാം പൂർണ്ണമായും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ഉദാഹരണത്തിന്, എല്ലാ രോഗവും രോഗമാണ്. ഓരോ രോഗത്തിനും രോഗത്തിൻ്റെ ഓരോ ഘടനകളുണ്ട്. ആ ഓരോ ഘടനയും രോഗകാരണം തന്നെയാണ്. എന്നാൽ രോഗത്തിന്റെ ഓരോ ഘടനയ്ക്കും ഒരു താഴ്വേരുണ്ട്, ഒരു മൂല കാരണമുണ്ട്. ആ മൂല കാരണത്തെ സുഖപ്പെടുത്തിയാൽ രോഗം പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കും. അതുപോലെ പാപത്തിന്റെ മൂല കാരണത്തെ സുഖപ്പെടുത്തിയാൽ പാപത്തിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടും. എന്താണ് പാപം? സൃഷ്ടാവിൻ്റെ സ്ഥാനം സൃഷ്ടവസ്തുക്കൾക്ക് അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് കൊടുക്കുമ്പോൾ അതാണ് പാപം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ
ആദരിക്കേണ്ട പിതാവിനെ, സ്നേഹിക്കേണ്ട പിതാവിനെ മാറ്റി നിർത്തി ആ സ്ഥാനം വ്യക്തികൾക്കോ മറ്റ് ഈ ലോകത്തിലെ എന്തിനും നൽകിയാലും അത് പാപമാണ്. അതാണ് പാപം. പാപത്തിന്റെ മൂല കാരണമാണ് ഇത്. ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യൻ സൃഷ്ടികൾക്ക് കൊടുക്കുന്നു. ഇതാണ് പാപത്തിന്റെ മൂല കാരണം. പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം മറ്റാർക്കും കൊടുക്കരുത്. പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം മറ്റാർക്കും എടുക്കാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനുള്ള സ്ഥാനം വേറൊരാൾക്കും കൊടുക്കരുത്. അത് ശ്രദ്ധിക്കണം നാം. പരിശുദ്ധാത്മാവിനുള്ള സ്ഥാനം മറ്റൊരാൾക്കും എടുക്കാൻ സാധ്യമല്ല. അത് നാം കൊടുക്കുകയുമരുത്. ഇന്നലെ രാവിലത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് വിളിച്ചു. ആദ്യം എടുക്കാൻ സാധിച്ചില്ല, പിന്നീട് ആ ഫോൺ എടുത്തു. അവർ പറഞ്ഞു, ഞങ്ങളെ ഒന്ന് കാണണം. ഏകദേശം ജീവിതം മതിയാക്കുവാനായി ശ്രമിച്ച ദമ്പതിമാരായിരുന്നു അവർ. പിന്നീട് വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരെ വിളിച്ചു. അപ്പോൾ അവരുടെ മനസ്സ് ഏകദേശം മാറി. ഞങ്ങൾ വിളിക്കാൻ താമസിക്കുന്നതുകൊണ്ട് ഇനി ഞങ്ങളെ വിളിച്ചിട്ട് കാര്യമില്ല, ഇനി ഞങ്ങളെ കാണണ്ട. അവരെടുത്ത ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പോവുകയായിരുന്നു. ഇനി ജീവിതം മതി എന്ന ഒരു തീരുമാനം. എന്നാൽ ഞങ്ങളുടെ വീഡിയോ ചെയ്തു കഴിഞ്ഞ് ഷൂട്ടിംഗ് നടന്നു കഴിഞ്ഞിട്ട് അവരെ വിളിച്ചു. നിങ്ങൾ വരാൻ പറഞ്ഞു. കാരണം പരിശുദ്ധാത്മാവ് അവരുടെ അവസ്ഥ അവർ വരുന്നതിനു മുൻപ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അവരുടെ ശബ്ദത്തിലൂടെ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. മാത്രമല്ല, അവർ ഞങ്ങളെ ഫോൺ ചെയ്യുന്നതിനു മുൻപ് തന്നെ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി. ആരാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. കർത്താവിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞപ്പോൾ അവരുടെ ഫോൺ കോൾ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളെ കാണണം എന്ന് പറഞ്ഞു. വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ സ്വീകരിച്ചു, വരാൻ പറഞ്ഞു. ആ വീഡിയോയിൽ പറഞ്ഞത്, ഇന്നത്തെ രാവിലത്തെ വീഡിയോ, കർത്താവ് എല്ലാം നവീകരിക്കുന്നു, പഴയതെല്ലാം കടന്നുപോയി, ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് നൽകുന്നു എന്നതായിരുന്നു ആ വീഡിയോ. നിങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ രാവിലത്തെ വീഡിയോ കണ്ടില്ല എങ്കിൽ തീർച്ചയായും അത് കാണുക. ദൈവം എല്ലാം നവീകരിക്കുന്നു. നമുക്ക് എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന സമയമാണ് ദൈവം എല്ലാം തുടങ്ങുന്നത്. മനുഷ്യന്റെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത്. ഇന്ന് നാം ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യർക്ക് നൽകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേദനയും നിരാശയും അവിശ്വാസവും എല്ലാ തരം നെഗറ്റീവ് ചിന്തകളും വന്നുകൂടും. ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം എന്നെ അവഗണിച്ചത് എന്തുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന അനേകം ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വന്നുകൂടും. ഇതിന്റെ കാരണം ദൈവത്തിൽ നിന്നും നാം അകന്നുപോയി എന്നത് തന്നെയാണ്. പരിശുദ്ധാത്മാവിന് നൽകേണ്ട സ്ഥാനം നാം മറ്റാർക്കോ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു. ചില ബന്ധങ്ങൾ, നമ്മെ ബന്ധനത്തിലാക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അതൊരു പക്ഷേ ദൈവത്തിന്റെ സ്ഥാനം നമ്മിൽ നിന്നും എടുത്തു മാറ്റാം. അരുത്. ഒരു സൃഷ്ട വസ്തുക്കൾക്കോ ഒരു സൃഷ്ടികൾക്കോ കൊടുക്കരുത്. അതാണ് പാപത്തിന്റെ മൂല കാരണം. ആ ദമ്പതിമാർ ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങൾ സംസാരിച്ചു. അവരുടെ ഇപ്പോഴത്തെ ആ നിസ്സഹായ അവസ്ഥ, ശൂന്യ അവസ്ഥ, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ ഞങ്ങളുമായി പങ്കുവച്ചു.
ഞങ്ങൾ ഒരു കൗൺസിലിംഗ് കൊടുത്തു, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇന്നത്തെ ആ വീഡിയോ കാണാൻ പറഞ്ഞു. കർത്താവ് എല്ലാം നവീകരിക്കുന്നവനാണ്. കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കുക. ഏത് ജീവിത മേഖലയിലാണോ നാം ദൈവത്തിന്റെ സ്ഥാനം വ്യക്തികൾക്കോ സമൂഹത്തിനോ ശക്തികൾക്കോ കൊടുത്തിരിക്കുന്നത്, അധികാരത്തിനോ പദവികൾക്കോ കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. അത് കൊടുക്കാൻ പാടില്ല. ദൈവത്തിന്റെ സ്ഥാനം ദൈവത്തിനു മാത്രം അർഹമായതാണ്. ദൈവത്തിന്റെ ഒന്നാം സ്ഥാനം ജീവിതത്തിൽ കൊടുക്കുമ്പോൾ ഒരിക്കലും നാം ഉപേക്ഷിക്കപ്പെട്ടവരായി തോന്നുകയില്ല. ഈശോ പറഞ്ഞത്, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്, ഞാനും എൻ്റെ ദൈവവും ഒന്നാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിൽ ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയണം. ഇന്ന് അനേകർ ഏകാന്തതയുടെ വക്കിലാണ്. ഇന്ന് അനേകർ ഒന്ന് സംസാരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് കൂലിക്ക് സംസാരിക്കാൻ ആളിനെ വരുത്തുന്നു, കൂലിക്ക് സുഹൃത്തുക്കളെ എടുക്കുന്നു, പണം കൊടുത്ത് സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടതിന്റെ അവസ്ഥയാണ്, അവഗണിക്കപ്പെട്ടതിന്റെ അവസ്ഥ, ഒറ്റപ്പെട്ടു പോയതിന്റെ അവസ്ഥ. ഈശോ പറഞ്ഞു, നിന്റെ സഹായകനായി ഒരു സഹായകനെ ഞാൻ പിതാവിൽ നിന്നും തരും. നിന്നോട് കൂടെ ജീവിതാവസാനം വരെ, യുഗാന്ത്യം വരെ ആ സഹായകൻ നിന്റെ കൂടെയുണ്ടാകും. ഈ സഹായകൻ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട് എങ്കിൽ നമുക്കൊരിക്കലും ഒറ്റപ്പെട്ട അവസ്ഥ, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ വരികയില്ല. ഈ ലോകം മുഴുവനും നമ്മെ ഉപേക്ഷിച്ചാലും കർത്താവ് പറയുന്നു, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല. ഞാൻ നിന്നെ ഒരിക്കലും അനാഥയായി വിടുകയില്ല. ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി പോവുകയില്ല. അതുകൊണ്ടാണ് യേശു പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും ആ പരിശുദ്ധാത്മാവുമായി ആത്മബന്ധം പുലർത്തുവാനും ഇന്ന് എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവരായി നമുക്ക് തോന്നുകയില്ല, അവഗണിക്കപ്പെട്ടവരായി നമുക്ക് തോന്നുകയില്ല. തിരസ്കരണത്തിന്റെ വക്കിൽ നിൽക്കുന്നത് ആ അവസ്ഥ മാറിക്കിട്ടും. നാം ആരും അവഗണിക്കപ്പെട്ടവരല്ല, നാം ആരാലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആർക്ക് നമ്മെ ഉപേക്ഷിക്കാൻ സാധിക്കും? ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യന്റെ ജീവിതത്തിൽ അത് അർഹമായ സ്ഥാനം നൽകുക. ആ മൂലകാരണം, പാപത്തിന്റെ മൂലകാരണം ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ആത്മവിചിന്തനം ചെയ്യുക. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഞാൻ ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത്? ദൈവത്തിന്റെ സ്ഥാനം സെലിബ്രിറ്റീസിനോ അധികാരങ്ങൾക്കോ പദവികൾക്കോ ഞാൻ കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന്റെ സ്ഥാനം എന്നെ ബന്ധനത്തിലാക്കിയ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന്റെ സ്ഥാനം, ദൈവത്തിന് അർഹമായ സ്നേഹം ഞാൻ ദൈവത്തെ മാറ്റി നിർത്തി വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എങ്കിൽ ഈ സമയം, ഇത് ദൈവം നിങ്ങളെ വിളിക്കുന്ന സമയമാണ്. തിരികെ വരിക, അനുതപിച്ച് തിരികെ വരിക. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ മനുഷ്യരിൽ ആശ്രയം വെച്ചു. ഇന്ന് എൻ്റെ അവസ്ഥ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയാണ്. വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയം വെക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയം വെക്കരുത്, അധികാരികളിൽ ആശ്രയം വെക്കരുത്. മറിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, ആശ്രയം വെക്കുക. ഒരിക്കലും നമ്മുടെ ജീവിതം ഉപേക്ഷിക്കപ്പെട്ടതായി അനുഭവപ്പെടുകയില്ല, ഒറ്റപ്പെട്ടതായി തോന്നുകയില്ല. ഇന്ന് കർത്താവ് കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവത്തെ മുറുകെ പിടിക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക, ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക. എല്ലാത്തിനും ആ കൂടെയുള്ള ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റി, നിനക്കർഹമായ സ്ഥാനം സൃഷ്ടവസ്തുക്കൾക്ക്, മറ്റു സൃഷ്ടികൾക്ക്, മറ്റു മനുഷ്യർക്ക് ഞാൻ കൊടുത്തു.
സമൂഹത്തിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്നവർക്ക് ഞാൻ കൊടുത്തു. സമൂഹത്തിൽ വെള്ളിത്തിരയിൽ നിൽക്കുന്നവർക്ക് ഞാൻ കൊടുത്തു. ലൈം ലൈറ്റിൽ നിൽക്കുന്നവർക്ക് ഞാൻ, ദൈവമേ, നിന്റെ സ്ഥാനം എടുത്തു കൊടുത്തു. ഞാൻ അവരെ ആരാധിച്ചു. എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതമാണ്. ഫലപ്രദമായ ജീവിതം എനിക്ക് നഷ്ടമായി. ഇപ്പോൾ എൻ്റെ അവസ്ഥ ശൂന്യ അവസ്ഥയാണ്. എൻ്റെ ഹൃദയ ശൂന്യതയിൽ ഈ രാത്രിയിൽ കർത്താവേ എഴുന്നള്ളി വരണമേ. നിന്റെ സ്ഥാനം ഏറ്റെടുത്ത് എൻ്റെ ജീവിതത്തെ പുനഃസ്ഥാപിക്കണമേ എന്ന് ഈ രാത്രിയിൽ കിടക്കാൻ മുൻപ് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാം വീണ്ടെടുക്കും, നവീകരിക്കും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങേക്ക് നൽകേണ്ട ഒന്നാം സ്ഥാനം, എൻ്റെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം അർഹതപ്പെട്ട അങ്ങേക്ക് നൽകാതെ അങ്ങയെ മാറ്റി നിർത്തി ഞാൻ ആരാധിച്ച വ്യക്തിത്വങ്ങളെ, ആരാധിച്ച പദവികളെ, അധികാരങ്ങളെ, ആരാധിച്ച ബന്ധനങ്ങളെ ഈ രാത്രിയിൽ ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു കളയുന്നു. യേശുനാമത്തിൽ ദൈവത്തിന്റെ സ്ഥാനം എന്നിൽ നിന്നും കവർന്നെടുത്തതായ എല്ലാ വ്യക്തികളെയും, വ്യക്തിത്വങ്ങളെയും, എല്ലാ പദവിയെയും ഈശോയെ ഞാൻ പൂർണ്ണ മനസ്സോടെ ഉപേക്ഷിക്കുന്നു. പകരം എൻ്റെ ദൈവമായ കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ എല്ലാ പദവിയിലും എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ ഒന്നാം സ്ഥാനം നൽകുന്നു. എൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് അർഹതപ്പെട്ട സ്ഥാനം ഇനി മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നൽകും. കർത്താവെ, എന്നെ ഏറ്റെടുക്കണമേ. എൻ്റെ ഈ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. പാപത്തിന്റെ മൂലകാരണമായ എല്ലാ അവസ്ഥയിൽ നിന്നും എന്നെ വിടുവിച്ച് പാപത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എൻ്റെ ബലഹീനതയിൽ ദൈവമേ നിന്റെ ശക്തി പ്രവർത്തിക്കണമേ. നിന്റെ ശക്തിയാൽ എന്നെ വീണ്ടും നീ വീണ്ടെടുക്കണമേ. നിന്റെ കരുണയാൽ എന്നെ വീണ്ടും നീ വീണ്ടെടുക്കണമേ. ഇനി ഞാൻ ഒരിക്കലും ദൈവമേ നിന്നെ ഉപേക്ഷിച്ച് എവിടെയും പോവുകയില്ല. നിന്റെ സ്ഥാനം ഞാൻ മറ്റാർക്കും കൊടുക്കുകയില്ല. ദൈവത്തിന് അർഹമായത് ദൈവത്തിന്, മനുഷ്യർക്ക് അർഹമായത് മാത്രം മനുഷ്യർക്ക്. ഇത് നൽകാൻ എൻ്റെ ദൈവമേ നീ നിന്റെ പരിശുദ്ധാത്മാവിനെ കൂടുതലായി എന്നിൽ അഭിഷേകം ചെയ്യണമേ. ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവളല്ല, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനല്ല, ഞാൻ അവഗണിക്കപ്പെട്ടവളല്ല. എന്റെ ദൈവം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു അവബോധത്തിലേക്ക് ഈ രാത്രി എന്നെ കൊണ്ടുവരണമേ. പരിശുദ്ധാത്മാവേ, എന്നെ സഹായകനായ പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലെ ഇപ്പോഴത്തെ ആ പ്രാർത്ഥനയെ ഞാൻ അങ്ങയുടെ ഹൃദയത്തിൽ ചേർത്തു വെക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളുടെ ഹൃദയത്തിന്റെ വേദന എടുത്ത് അവരുടെ തിരസ്കരിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയെ മാറ്റി എല്ലാം നവീകരിക്കുന്നവനായ ദൈവമേ, ഇവരുടെ നിയോഗങ്ങളെ സാധിച്ചു നൽകി ഇവരുടെ ജീവിതത്തെ നീ നവീകരിച്ച് ദൈവത്തിന് അർഹമായ സ്ഥാനം നൽകാൻ ഇന്നു മുതൽ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ, ശക്തി കൊടുക്കണമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി. ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനല്ല എന്ന ബോധ്യത്തോടെ, ഞാൻ ആരുടെയൊക്കെയോ എന്തൊക്കെയോ ആണ്, ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. ദൈവമഹത്വം ഈ പ്രാർത്ഥനയിലൂടെ, ഈ ദൈവവചന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അനേകം പേർക്ക് ഈ ദൈവവചന ശുശ്രൂഷ ഉപയോഗപ്രദമാകും. നല്ല ഒരു ഉറക്കം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നാളത്തെ ദിവസം പുതിയ ദൈവാനുഗ്രഹങ്ങളെ നേടാൻ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. അതുവരെ ദൈവത്തിന്റെ ശക്തമായ കരം നമ്മെ ഓരോരുത്തരെയും താങ്ങി നിർത്തട്ടെ, സംരക്ഷിക്കട്ടെ. ആമേൻ.